MSF സമരവുമായി മർകസ് വാർത്താക്കുറിപ്പ്. പോളിടെക്നിക്കിലോ എഞ്ചിനീയറിംഗ് കോളേജിലോ ഔപചാരിക വിദ്യാഭ്യാസം നടത്താൻ കഴിയാത്തവർക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനു വേണ്ടി അക്കാദമിക് ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സിന്റെ ഒരു ഫ്രാഞ്ചൈസി 2012 അക്കാദമിക് വർഷത്തിൽ മർകസ് ITC ക്യാമ്പസിൽ ആരംഭിച്ചിരുന്നു. പോളിടെക്നിക്കിലോ എഞ്ചിനീയറിംഗ് കോളേജിലോ ഔപചാരിക വിദ്യാഭ്യാസം നേടാൻ കഴിയാത്തവരെ ഉദ്ദേശിച്ചുള്ള കോഴ്സുകളാണ് ഇവയെന്ന് പ്രോസ്പെക്ടസിൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ടെക്നിക്കൽ മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് നൽകുമെന്നും പ്രോസ്പെക്ടസിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ്, അതായത് MHRDയുടെ 6/12/2012 ഓഫീസ് മെമ്മോ പ്രകാരം 31/5/2013 വരെ എൻറോൾ ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാത്രമേ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കൂ എന്നതിനാൽ പ്രസ്തുത തീയതിക്ക് മുമ്പ് തന്നെ പ്രവേശനം പൂർത്തിയാക്കുകയും തുടർന്ന് ഈ കോഴ്സുകൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു. MHRDയുടെ 6/1/2017 നോട്ടിഫിക്കേഷൻ പ്രകാരം സിവിൽ സൊസൈറ്റി നടത്തുന്ന ഇത്തരം കോഴ്സുകൾ ഗവൺമെന്റ് ഡിപ്ലോമയ്ക്ക് തുല്യമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. കേരള ഹയർ എഡ്യൂക്കേഷൻ വിഭാഗം 2008 ഈ കോഴ്സുകൾ PASCCയുടെ വ്യത്യസ്ത തസ്തികകളിലേക്ക് പരിഗണിക്കാം എന്നറിയിച്ചിട്ടുമുണ്ട്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സ് പാസ്സായവരെ ജോലിക്ക് പരിഗണിക്കാൻ തൊഴിലുടമയ്ക്കും ഉപരിപഠനത്തിന് പരിഗണിക്കാൻ അതത് സ്ഥാപനങ്ങൾക്കും AICTE അംഗീകാരവും നൽകിയിരുന്നു. കേരളത്തിലെ തന്നെ 7 സ്ഥാപനങ്ങളിൽ പ്രസ്തുത കാലയളവിൽ ഈ കോഴ്സുകൾ സമാനമായ രീതിയിൽ ഈ കോഴ്സുകൾ പൂർത്തിയാക്കിയ ഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്കും യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ജോലി ലഭിച്ചിട്ടുണ്ട്. ഈ സർട്ടിഫിക്കറ്റുകളുടെ പിൻബലത്തിൽ ഉപരിപഠനം നടത്തുന്ന വിദ്യാർത്ഥികളും ഉണ്ട്. എന്നാൽ പോളി എഞ്ചിനീയറിംഗ് ഡിപ്ലോമയ്ക്ക് തുല്യമായ സർട്ടിഫിക്കറ്റുകളല്ല നൽകിയത് എന്നാരോപിച്ചാണ് ചില വിദ്യാർത്ഥികൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അത്തരം സർട്ടിഫിക്കറ്റ് നൽകുമെന്ന് സ്ഥാപനം വാഗ്ദാനം ചെയ്തിട്ടുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടത്തുന്ന സമരം അന്യായമാണ്. പുതുമയുള്ളത് പുതുമയോടെ കേൾക്കാൻ സബ്സ്ക്രൈബ് ചെയ്യൂ. KNJ മീഡിയ.